ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് നല്ലൊരു ഇഡ്ഡലിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ചിലർക്ക് പല സംശയമുണ്ട്. ഈ തണുപ്പ് കാലത്തൊക്കെ ചിലർക്കൊക്കെ മാവ് അരച്ചാൽ പൊങ്ങി വരാത്തൊരു സാഹചര്യം ഒക്കെ ഉണ്ട്. അപ്പോൾ അവരതിൽ ഉലുവൊക്കെ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കണം. പക്ഷെ ഞാൻ അതൊന്നും ചേർക്കാത്ത രീതിയിലേക്ക് നമ്മൾ വെറും പച്ചരിയും ഉഴുന്നും നല്ല ചോറും കൂടെ ചേർത്തിട്ട് അരച്ച് വെക്കുക. അത് നമ്മൾ ആദ്യം നല്ല ക്വാളിറ്റി പച്ചരി എടുത്ത് ഉഴുന്നും കൂടെ നല്ല ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല വെള്ളം ഒരു കപ്പ് പാർന്നിട്ട് അതൊന്ന് പുതർക്കാൻ വെച്ച് നമ്മൾ ആ പുതർക്കണ ആ വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത്. അതിനാണ് നല്ല കഴുകിയതിന് ശേഷം നമ്മൾ നല്ല വെള്ളം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും അതിലേക്കൊരു ചെറിയൊരു ബൗള് ചോറും കൂടെ ചേർത്തിട്ട് നമ്മളിത് 2 തവണ ആയിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ 1.5 ബൗൾ ചോറ് ഞാനിത് ഈ ഒരു അരിക്കുള്ളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 ബൗൾ ചോറ് 2 തവണ ആയിട്ട് ഞാൻ ഈ ഒരു മാവ് നല്ല കട്ടി പേസ്റ്റ്, നല്ല കട്ടിയല്ല, ഒരു പാകം മേടി അതാണ്ട ഇങ്ങനെ ഒരു മേടിയ രൂപത്തിൽ നമ്മളൊന്ന് അരച്ചെടുക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. അങ്ങനെ നമ്മൾ മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ശേഷം നമ്മളിത് 2 മാവും കൂടെ നല്ല രീതിക്ക് ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് നല്ലൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അത് നമ്മളിതൊന്ന് പൊങ്ങി വരേണ്ട രീതിയിൽ എങ്ങനെ വെച്ചാൽ നമ്മളിത് മൂടിയിടുന്ന ഒരു ക്രമേണാണ് ഇത് പൊങ്ങി വരുന്നത്. ഇപ്പൊ ഈ തണുപ്പായതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു കോട്ടൺ ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ ആദ്യം ഒരു വെച്ചതിന് ശേഷം 2 പാത്രം കൊണ്ടാണ് ഞാൻ ഇതൊന്ന് മൂടി വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ തണുപ്പ് സമയത്ത് സീസൺ സമയത്ത് പൊതുവേ മാവ് പൊങ്ങാത്തൊരു സീസൺ. അപ്പൊ ഞാനിതിങ്ങനെ ചെയ്യുന്നിടത്തോളം എനിക്ക് ആ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് തുറന്ന് നോക്കുക മാവ് എത്രത്തോളം പൊങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ തുറന്നാലേ അറിയത്തുള്ളൂ എന്തായി എന്നുള്ളത്. കണ്ടോ, നമ്മൾ 2 കപ്പ് അരച്ചത് ഇപ്പൊ കണ്ട ഒരു 3/4 ഓളം മാവ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ചേർക്കാനുള്ളത് ഉപ്പാണ്. ഉപ്പ് നമ്മൾ ഉപയോഗിക്കണം എന്നേ ഇടുള്ളൂ. അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് നമ്മളിത് ഈ മാവ് നല്ല രീതിയിലേക്ക് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഒറ്റ തവണ ഒന്ന് ഇങ്ങോട്ട് കറക്കി എടുത്താൽ മതി. ഒന്ന് ഉപ്പ് ചേർന്ന രീതിയിലേക്ക്. വല്ലാണ്ട് നമ്മളിത് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൊങ്ങി വന്ന ഈ പദം നഷ്ടപ്പെട്ടാൽ നമുക്ക് ഇഡ്ഡലി സോഫ്റ്റ് ആയി എങ്ങനെയായാലും കിട്ടത്തില്ല. അത് ഞാൻ കുറെ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കളയാതെ ഒരു ഉപ്പൊന്ന് എല്ലായിടത്തും പൊടിക്കുന്ന രീതിയിലേക്ക് കളയാം. പിന്നെ നമ്മളിത് ഓരോ തവണ പാരുമ്പോഴും അതിന്റെ തവി നമ്മളൊന്ന് പാർന്ന് കഴിഞ്ഞതിന് ശേഷം ഇഡ്ഡലി ചെമ്പിലേക്ക് പാർന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ ആ തവി അതിലേക്ക് ഇടാതെ തന്നെ നമ്മളത് വേറെ മാറ്റി വെക്കണം. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ ഇഡ്ഡലി നല്ല സ്പോഞ്ച് പോലെ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്കത് പൊങ്ങി കിട്ടും. അപ്പൊ ഒരിക്കലും നിങ്ങൾ പറയരുത് ഇനി ഞങ്ങളെ മാവ് പൊങ്ങിയിട്ടില്ല, നന്നായിട്ടില്ല എന്ന് പറയരുത്. അപ്പൊ ഞാൻ ഈ ചെയ്യുന്ന പ്രകാരം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ ഉലുവ ചേർത്ത് അരിക്കണവരൊക്കെ ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടി നമുക്കൊരു ടേസ്റ്റിന് നമുക്ക് സ്വയം ഉഴുന്നും പച്ചരിയും മറ്റും ഉപയോഗിച്ചിട്ട് തന്നെയാണ് അപ്പൊ ഇത് 3 ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്യുന്ന പ്രകാരം ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കി. ഈ മാവ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ കിട്ടും. അത് 100% ഞാൻ ഉറപ്പ് തരാം. പിന്നെ നമ്മൾ അരക്കുന്ന രീതിയും അത് മൂടി വെക്കുന്ന രീതിയാണ് നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. കണ്ടോ, നമ്മൾ ഇഡ്ഡലി എത്രമാത്രം നന്നായിട്ടുണ്ടെന്നുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളൊക്കെ നല്ല വെന്ത് പൊങ്ങിയ രീതിയിലേക്ക് കിട്ടിയിട്ടുണ്ട്.